നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്പേസ് ഡെക്സ് ചേസർ പകർത്തിയ ഭൂമിയുടെ സെൽഫി വീഡിയോ പങ്കുവെച്ച് ISRO. ലോകത്തെ തന്നെ അമ്പരിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇസ്രോയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. സ്പേസ് ഡെക്സ് ബഹിരാകാശ ഡോക്കിങ്ങിന് മുന്നോടിയായി ചേസർ ഉപഗ്രഹം പകർത്തിയ സെൽഫി വീഡിയോയാണ് പുറത്തുവിട്ടത്. ചലിക്കുന്ന ഭൂമിയെ വ്യക്തമായി വീഡിയോയിൽ കാണാം. മേഘങ്ങളെ അടയാളപ്പെടുത്തുന്ന വെള്ള നിറത്തിനടിയിൽ നീല ചാലുകളും കാണാം. സമുദ്രങ്ങളാണ് നീല നിറത്തിൽ ദൃശ്യമാകുന്നതെന്നാണ് നിഗമനം. ചേസർ കൃത്രിമ ഉപഗ്രഹത്തിലെ വീഡിയോ നിരീക്ഷണ ക്യാമറയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ജാനുവരി 2-നാണ് വീഡിയോ ചിത്രീകരിച്ചത്. 2024 അവസാന ഇസ്രോ ദൗത്യമായി ഡിസംബർ 30-നാണ് സ്പേസ് ഡെക്സ് നിക്ഷേപിച്ചത്. ചേസർ, ടാർജറ്റ് എന്നീ 2 ഉപഗ്രഹങ്ങളെ വഹിച്ചുകൊണ്ടാണ് PSLV-60 കുതിച്ചുയർന്നത്. ബഹിരാകാശത്ത് വെച്ച് ഈ ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഇസ്രോയുടെ ദൗത്യം ജാനുവരി 7-ന് നടക്കും. ബംഗളൂരിലെ ഇസ്ട്രോക്കിൽ നിന്നാണ് ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത്. 220 കിലോഗ്രാം ഭാരമാണ് ഉപഗ്രഹങ്ങൾക്കുള്ളത്. ബഹിരാകാശത്തെത്തുന്ന ഉപഗ്രഹങ്ങളെ വേർപിരിക്കുകയും പിന്നീട് കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും വിജയകരമായി നടന്നാൽ ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ISRO 2024 ഡിസംബർ 30-നാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം വിക്ഷേപണ തറയിൽ നിന്ന് ഏജൻസിയുടെ ചരിത്രത്തിലെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനായി 2 സ്പെഡെക്സ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത്. ടാർഗറ്റ്, ചേസർ എന്നിങ്ങനെയാണ് ഉപഗ്രഹങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. ബഹിരാകാശത്ത് വെച്ച് 2 ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഇസ്രോയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം 2025 ജാനുവരി 7-നാണ് നടക്കുന്നത്. രാവിലെ 9-നും 10-നും ഇടയിലാകും ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് ഒന്നാകുക. ബംഗളൂരിലെ ഇസ്ട്രാക്കിൽ നിന്നാണ് ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ നിർമ്മാണത്തിന് ISROയ്ക്ക് അനിവാര്യമായ സാങ്കേതിക വിദ്യയാണ് സ്പേസ് ഡോക്കിംഗ്. വളരെ സങ്കീർണമായ ഈ ടെക്നോളജി നിലവിൽ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ വിജയിപ്പിക്കാനായിട്ടുള്ളൂ. ജാനുവരി 7-ന് ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണം വിജയിപ്പിച്ചാൽ ഈ നേട്ടം സ്വന്തമാക്കുന്ന 4ാമത്തെ മാത്രം രാജ്യമെന്ന ഖ്യാതി ഇന്ത്യക്ക് സ്വന്തമാകും. ബഹിരാകാശത്ത് ചരിത്ര നേട്ടം ആവർത്തിച്ച ISRO അതിനിടയിൽ വീണ്ടും രംഗത്ത് വരികയാണ്. വൻപയർ വിത്തുകൾ മുളപ്പിച്ചാണ് ISRO വീണ്ടും ചരിത്രത്തിലിടം നേടിയത്. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ 4 പേടകത്തിൽ സജ്ജീകരിച്ച പയർ വിത്തുകളാണ് മുളപ്പിച്ചത്. PSLV C-60 റോക്കറ്റ് വിക്ഷേപണത്തിന്റെ 4ാം ദിവസമാണ് പേടകത്തിലെ വിത്തുകൾ മുളച്ചത്. ഇതിന്റെ ചിത്രം ISRO പുറത്തുവിട്ടു. ഡിസംബർ 30-ലെ വിക്ഷേപണത്തിലായിരുന്നു പരീക്ഷണം. മൈക്രോഗ്രാവിറ്റി പരിസ്ഥിതിയിൽ വിത്തിന്റെ വളർച്ച പഠിക്കലാണ് ലക്ഷ്യം. 8 പയർ വിത്തുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ മുളപ്പിച്ചു വളർത്തും. 2 ഇലകളാകുന്നത് വരെയുള്ള സസ്യത്തിന്റെ നിലനിൽപ്പും പരിശോധിക്കും. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ വികസിപ്പിച്ച ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസിനായുള്ള കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഭാഗമായാണ് പരീക്ഷണം. മുംബൈയിലെ അമിറ്റി യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച അമിറ്റി പ്ലാന്റ് എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ ഇൻ സ്പേസിലാണ് വിത്തിന്റെ പരീക്ഷണം നടത്തിയത്.